ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ ലൈവ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് SSLC പരീക്ഷയിൽ A+ മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. 10 ക്ലാസ്സുകളാണ് നമ്മുടെ മൈൻഡിലുള്ളത്. അപ്പോൾ ഈ 10 ക്ലാസ്സുകൾ ഓരോ ദിവസവും ലൈവായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ പല ആളുകൾക്കും ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതെങ്ങനെ പഠിക്കണം, ഒരു A+ മാർക്ക് മേടിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ലൈവ് ക്ലാസ് ആരംഭിച്ചത്. അപ്പോൾ 10 ക്ലാസ്സുകളാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഒന്നാമത്തെ ക്ലാസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യത്തെ പാഠമായ, അപ്പോൾ ഫോക്കസ് ഏരിയയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും. ഏതൊക്കെ പാഠങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത് എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, സ്നേക്ക് ആൻഡ് ദ മിറർ തുടങ്ങി അങ്ങനെയുള്ള പാഠങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രത്യേക ലൈവ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. A+ വാങ്ങണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഈ ലൈവ് ക്ലാസ്സുകൾ കാണുക. ഇന്ന് മാത്രമല്ല, 10 ക്ലാസ്സുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഡിസ്കോഴ്സസ് ഏതൊക്കെയാണ്. അപ്പോൾ അതിനുള്ള ഒരു മെറ്റീരിയൽ കൂടി ഇതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ മെറ്റീരിയൽ നിങ്ങൾ ഓരോ ദിവസത്തെയും മെറ്റീരിയൽ ഒന്ന് കൃത്യമായിട്ട് നോക്കുക, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും A+ വാങ്ങണം, എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് പഠിക്കേണ്ട പാഠഭാഗത്തിലെ ഒന്നാമത്തെ പാഠമായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ള പാഠത്തിലെ പ്രധാനപ്പെട്ട ഡിസ്കോഴ്സസ് ഇന്ന് ഡിസ്കസ് ചെയ്യും. നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കുക. അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് എന്നോട് ചോദിക്കുക. അപ്പോൾ A+ വാങ്ങാനുള്ള കുട്ടികളൊക്കെ പോരെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു A+ കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ഈ ഒരു ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. സോ ലെറ്റ് സ്റ്റാർട്ട് ക്ലാസ് നമ്പർ 1 ഔട്ട് ഓഫ് 10. 10 ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാഠത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ഒന്നാമത്തെ പാഠം ഒരു സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഇവിടെ ഉണ്ട്. ആ ഒരു സ്റ്റഡി മെറ്റീരിയലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യുക, ഈ ഒരു മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പാഠം അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠത്തിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു പാഠത്തിൻ്റെ ഒരു സമ്മറി. എന്തിനാണ് സമ്മറി പഠിക്കുന്നത്? ഈ ഒരു സമ്മറി നമ്മൾ പഠിച്ചാൽ പല ചോദ്യങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾ എന്നുള്ള നിലയിൽ എന്ത് വന്നാലും എഴുതാൻ നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു സമ്മറി, ഒരു റൈറ്റപ്പ് ചോദിച്ചാലോ ഒരു എസ്സേ ചോദിച്ചാലോ ഒക്കെ നമുക്ക് അത് ആൻസർ ചെയ്യാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാഠത്തിൻ്റെയും, ഫോക്കസ് ഏരിയയിലെ എല്ലാ പാഠത്തിൻ്റെയും ഒരു സമ്മറി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ, ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഫയലിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഈ ഒരു ഫയൽ ഞാൻ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നൊരു ഫയലാണ്. ലാസ്റ്റ് ചെയ്ത വർക്ക് വരെയുള്ള കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഫയലിൻ്റെ ലിങ്ക് ഓർത്ത് വെക്കുക, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫയലിലേക്ക് പോകാം. ആ ഒരു ഫയലിൽ നിന്ന് ഓരോ ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് വായിച്ച് നോക്കി പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, അതിലൊരു സമ്മറി, ഒരു എസ്സേ
അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലെ കുറച്ച് സെൻറ്റൻസുകൾ നമ്മളൊന്ന് പഠിച്ചു വെക്കുക. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. In his childhood, Ruskin Bond lived with his grandfather and grandmother in a village near the town Dera at the foot of the Himalayas. In this story, he writes about his wonderful childhood experience with nature. അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ കഴിയുന്ന ഒരു ചെറിയ ഒരു പാരഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. ആ റസ്കിൻ ബോണ്ട് ഒരു കുട്ടിയായിരുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു വില്ലേജിൽ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെ താമസിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഈ സ്റ്റോറിയിൽ ഉള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു പാരഗ്രാഫാണ്. ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കുകയാണ്, റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ+കാരാകുമ്പോൾ എന്തും എഴുതാൻ തയ്യാറായിരിക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഹിസ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ലവ്ഡ് നേച്ചർ വെരി മച്ച്. Grandfather had not destroyed the habitat of birds and animals. Grandfather had always taken care of the surroundings of his house. Yes, very important. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ കഴിയും? ഗ്രാൻഡ് ഫാദർ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഗ്രാൻഡ് ഫാദർ ലവ്ഡ് നേച്ചർ വെരി മച്ച്. ഓക്കെ, ഗ്രാൻഡ് had not destroyed the habitat of birds and animals. എന്താണ് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ? വാസസ്ഥലം. അപ്പം ഗ്രാൻഡ് ഫാദർ വളരെ ശ്രദ്ധയോടുകൂടി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒന്നും വാസസ്ഥലം നശിപ്പിക്കാതെ അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് ഒരു നല്ല ഒരു പൂന്തോട്ടം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്, ഒരു പ്രകൃതി സ്നേഹിയാണ്. He loved nature very much. Grandfather had not destroyed the habitat of birds and animals. Grandfather had always taken care of the surroundings of his house. അപ്പോൾ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നു, ചുറ്റുപാടുമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഗ്രാൻഡ് ഫാദർ. The only place where grandfather could not reach was the top of the banyan tree. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദറിന് എത്താൻ കഴിയാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് which the boy considered as his domain. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദറിന് എത്താൻ കഴിയാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ബനിയൻ ട്രീ ആണ്. ബനിയൻ ട്രീയുടെ മുകൾ വശമാണ്. അതുപോലെ ഗ്രാൻഡ് മദർ ഓൾവേസ് ടീസ്ഡ് ഗ്രാൻഡ് ഫാദർ ബൈ കമ്പയറിംഗ് ഹിം ടു ദ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, ആൻ ഇംഗ്ലീഷ് വുമൻ ഹു ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 117 when she fell from an apple tree. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് മദർ പലപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ ഒരു സ്ത്രീയുടെ, ഒരു ഇംഗ്ലീഷ് കാരിയുടെ പേര് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. 117 വയസ്സിൽ ഒരു ആപ്പിൾ മരത്തിൻ്റെ മുകളിൽ കയറി താഴെ വീണ് മരിച്ചുപോയ ഒരാളെ വെച്ചുകൊണ്ട് ഗ്രാൻഡ് മദർ എപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മരത്തിലൊന്നും കയറാൻ പോകണ്ട, നിങ്ങൾക്കും ഇതേ അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റുകളാണ് പറയുന്നത്. ദ ബോയ് ഫെൽറ്റ് ദാറ്റ് ടോപ്പ് ഓഫ് ദ ബനിയൻ ട്രീ വാസ് ഹിസ് ഡൊമെയിൻ. ദ ബനിയൻ ട്രീ വാസ് ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, ഓൾഡർ ദാൻ ദ ഹൗസ് ആൻഡ് ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ദെറ. അപ്പോൾ ഈ ഒരു ട്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഗ്രാൻഡ് ഫാദറിനേക്കാളും പ്രായമുണ്ട്, ഈ വീടിനേക്കാളും പ്രായമുണ്ട്, അതുപോലെ ആ ടൗണിൻ്റെ അത്ര തന്നെ പ്രായമുള്ള ഒരു മരമായിരുന്നു അത്. ഇനി ഈ ഒരു പാഠത്തിലെ പ്രധാനമായും 3 സംഗതികളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ സ്ക്യുറൽ. യെസ്, ഹായ് ടു എവ്രി വൺ. അപ്പോൾ നമ്മുടെ A+കാർക്കുള്ള പ്രത്യേക ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാവർക്കും സ്വാഗതം. 10 ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുക. അതിൽ ഒന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിൽ ഏതൊക്കെ പഠിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കഥയിലെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. 1, ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്യുറൽ. 2, ദ ഫൈറ്റ് സീൻ. 3-മത്തത് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ദി വൈറ്റ് സ്ക്യുറൽസ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് നമ്മൾ പഠിച്ചു വെക്കുക. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് പലതവണ വായിക്കുക മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പരീക്ഷാ സമയത്ത് നിങ്ങൾക്ക് കിട്ടും.
Okay, the boy had a friendship with the grey squirrel. The squirrel had feared at first, but when it found that there was no catapult or air gun in the hand of the boy, it became friendlier. Later, the squirrel became daring enough to jump into the pocket of the other to find food. അപ്പോൾ ഇവിടെ ഈ ഒരു കുട്ടിയും ഈ ഒരു ഗ്രേ സ്ക്യൂറലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം അത് പേടിച്ച് മാറി നിന്നെങ്കിലും പിന്നീട് ഈ കുട്ടി ഒരു നിഷ്കളങ്കനാണെന്നും അതിനെ ഉപദ്രവിക്കാനുള്ള ഉദ്ദേശം അവനില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് അത് കൂടുതൽ കുട്ടിയുമായി അടുക്കുകയാണ്. അങ്ങനെ അവസാനം they have become very close friends and the squirrel was dare enough to jump into his pockets. അല്ലേ, അപ്പോൾ കളിച്ച് പോക്കറ്റിനുള്ളിൽ വരെ കയറി ചാടാനും മറിയാനും ഒക്കെ തുടങ്ങി. അതുപോലെ തന്നെ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങി. But the relatives and friends of the squirrel considered the squirrel as headstrong and as a fool for trusting a human being. അപ്പോൾ ഈ ഒരു സ്ക്യൂറലിൻ്റെ റിലേറ്റീവ്സ് അതുപോലെ ഫ്രണ്ട്സൊക്കെ ഈ ഒരു ബന്ധം അത്ര നല്ലൊരു ബന്ധമായിട്ടല്ല കണ്ടത്. കാരണം ദേ ഡോണ്ട് ട്രസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യരെ അവരൊരിക്കലും വിശ്വസിച്ചിരുന്നില്ല. മനുഷ്യന്മാർ ദുഷ്ടന്മാരാണെന്നും ഉപദ്രവിക്കുമെന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്യൂറൽ അവനൊരു ധിക്കാരിയാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് ഹ്യൂമൻസ് വെർ ഓൾവേസ് അറ്റാക്കിംഗ് ദം വിത്ത് എയർ ഗൺ ഓർ കാറ്റപ്പൾട്ട്. കാറ്റപ്പൾട്ട് എന്ന് വെച്ചാൽ ചവണയാണ്. അപ്പോൾ എയർ ഗൺ അല്ലെങ്കിൽ ചവണയൊക്കെ ഉപയോഗിച്ച് അവർ ഉപദ്രവിക്കുമെന്നാണ് മറ്റുള്ള ആളുകളൊക്കെ ഈ സ്ക്യൂറലിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഉള്ള ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം അവർ അത്ര നല്ലൊരു കാര്യമായിട്ടല്ല കണ്ടത്. ഇനി മറ്റൊരു പ്രത്യേകത ഈ പാഠത്തിൽ പറയുന്നത് ദ ബോയ് വുഡ് ഓഫൺ സിറ്റ് ഇൻ ദ ബനിയൻ ട്രീ ആൻഡ് റീഡ് ബുക്സ്. സംടൈംസ് ഹി വുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. ദ ബോയ് ലവ് ടു റീഡ് അഡ്വഞ്ചറസ് ബുക്സ്. അപ്പോൾ കുട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് sitting on this banyan tree on that special platform that he has made and reading different types of books, especially adventurous books. Adventurous books ആണ് വായിക്കുന്നത്, അതായത് സാഹസിക കഥകളാണ് അധികവും വായിക്കാറുള്ളത്. അപ്പോൾ കുറേ പുസ്തകങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ സിറ്റിംഗ് ഓൺ ദിസ് പ്ലാറ്റ്ഫോം he looked downwards to see what is happening under the banyan tree or in the surroundings. പിന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്പ്രിംഗ് സീസണിൽ വരുന്ന മാറ്റങ്ങൾ. അതായത് വസന്തകാലത്തിൽ ഈ വരുന്ന മാറ്റങ്ങൾ, ഒരു പ്രത്യേക പഴം അതിലുണ്ടാവുകയും അത് കഴിക്കാനായി പലതരത്തിലുള്ള പക്ഷികൾ വന്ന് ചേക്കേറുകയും അത് ആ പ്രദേശത്ത് ഏറ്റവും ശബ്ദമയമായ ഒരു സ്ഥലമായി ഈ ഒരു ബനിയൻ ട്രീ മാറുകയും ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇൻ ദ സ്പ്രിംഗ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ്, ഏറ്റവും കൂടുതൽ ശബ്ദമുള്ള ഒരു സ്ഥലം. ഇൻ ദ ഗാർഡൻ വിത്ത് ഓൾ സോർട്സ് ഓഫ് ബേർഡ്സ് ആൻഡ് സ്ക്യൂറൽസ് കമ്മിങ് ടു ഈറ്റ് ഫിഗ്സ്. പലതരത്തിലുള്ള പക്ഷികളൊക്കെ വന്ന് ഈ പഴങ്ങളൊക്കെ തിന്നുന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ശബ്ദമയമായ ഒരു സമയമാണ് ഈ ഒരു സ്പ്രിംഗ് സീസൺ. ഇനി അടുത്തത് പറയുന്നത് ഈ ഒരു ഫൈറ്റിനെ കുറിച്ചാണ്. വൺ ഡേ ഹി കുഡ് സീ എ ഡെഡ്ലി ഫൈറ്റ്. ഈ ഫൈറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നറേഷൻ ഓഫ് ദ ഫൈറ്റ് സീൻ. അപ്പോൾ ഒരു നല്ല രീതിയിലുള്ളൊരു ഒരെണ്ണം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കൂട്ടുകാരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഷോർട്ട് ഫോം വേണമെന്ന്. അപ്പോൾ അതിലെ കുറച്ച് സെൻറ്റൻസുകളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ടൊരു ഷോർട്ടായിട്ട് തന്നെ ഇത് തന്നെ എഴുതാവുന്നതാണ്. One day he could see a deadly fight between a snake and mongoose under the banyan tree. Grandfather and grandmother were inside the house. He watched the fight with curiosity. And വളരെ ആകാംക്ഷയോടെ ഈ ഒരു ഫൈറ്റ് കണ്ടുകൊണ്ട് നിന്നു. The cobra was skillful and experienced fighter. He could move very fast and strike with the speed of light. Moreover, the venom of the cobra was deadly. അപ്പോൾ ഇവിടെ പാമ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ വേഗതയാണ്. അതുപോലെ തന്നെ the venom of the cobra, അതിൻ്റെ വിഷം വളരെ മാരകമാണ്. ഇറ്റ് ഈസ് റിയലി ഡെഡ്ലി. The grey mongoose was 3 feet long. Cobra knew that the mongoose was a super fighter, clever and aggressive. Cobra raised his body and spread his hood. He attacked the mongoose. Mongoose pushed his tail. അപ്പോൾ ഓരോ ജീവിക്കും അതിൻ്റേതായ ഓരോ ഈ അപകടം വരുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ മംഗൂസ് ചെയ്തത് അതിൻ്റെ ശരീരത്തിലുള്ള രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ഇത് പലതവണയും ഇങ്ങനെയുള്ള പാമ്പുമൊക്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റിൽ അതിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊത്ത് കൊള്ളാതെ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ട്. The tail of mongoose had thick hairs which had saved him from fatal bites. വളരെ അപകടകരമായ പല കൊത്തലിൽ നിന്നും പാമ്പിൻ്റെ ആക്രമണത്തിൽ നിന്നൊക്കെ മംഗൂസിന് രക്ഷയായത് അതിൻ്റെ ഒരു പ്രത്യേക ഒരു കട്ടിയുള്ള രോമങ്ങൾ തന്നെയാണ്.
ഇനി വേറൊരു കാര്യം പറയുന്നത് besides the author, Myna and Jungle Crow also were watching the battle. They had settled on the cactus to watch the outcome. The cobra tried to mesmerize the mongoose. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ രണ്ട് കാഴ്ചക്കാർ വരുന്നുണ്ട്. ഏതൊക്കെയാണ് കാഴ്ചക്കാർ വരുന്നത്? ഒന്ന് എ മൈന ആൻഡ് the other one is a jungle crow. അപ്പോൾ വേറൊരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. Spectators. Two spectators were there to watch the fight between the snake and the mongoose. And what was the cobra doing? The cobra tried to mesmerize the mongoose into making a false move. Mesmerize എന്ന് വെച്ചാൽ വശീകരിക്കുക അല്ലേ? അതിൻ്റെ ആ കണ്ണുകൾ കൊണ്ട് തൻ്റെ ശത്രുവിനെ വശീകരിച്ച് തെറ്റായ ഒരു നീക്കം നടത്താൻ അതിനെ പ്രേരിപ്പിക്കുന്നു. ആ സമയത്ത് അതിനെ കൊത്തി ആക്രമിക്കുന്ന ഒരു രീതിയാണ് പാമ്പിൻ്റെ രീതി. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Making a false move, but mongoose was clever. He knew the power of cobra's glassy, unwinking eyes. So the mongoose did not look at the eyes of the cobra. അപ്പോൾ ഈ ഒരു പാമ്പിൻ്റെ സ്വഭാവം കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് മംഗൂസ് ഒരിക്കലും പാമ്പിൻ്റെ കണ്ണിലേക്ക് നോക്കിയില്ല. പകരം അതിൻ്റെ പത്തിയുടെ താഴെയുള്ള ഒരു ഭാഗത്തേക്കാണ് ഈ മംഗൂസ് നോക്കിയതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പാമ്പിൻ്റെ കണ്ണിൽ ഒരു ചതി ഉണ്ട്. അത് എപ്പോഴും എന്താണ്? ഇറ്റ്സ് ഗ്ലാസി അല്ലേ? അപ്പോൾ ഗ്ലാസിയാണ്. അതുപോലെ തന്നെ അൺവിങ്കിങ് ഐസ് അല്ലേ? ഇമ വെട്ടാത്ത കണ്ണുകളാണ് പാമ്പിൻ്റെ. ചതിക്കാൻ വേണ്ടിയുള്ള നോട്ടമാണ്, മയക്കാൻ വേണ്ടിയുള്ള നോട്ടമാണ്. അതുകൊണ്ട് തന്നെ മംഗൂസ് അതിൻ്റെ കണ്ണിലേക്ക് നോക്കിയേ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഫൈറ്റിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പാരഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് വാസ് എ ഫൈറ്റ് ഓഫ് ചാമ്പ്യൻസ്. നോബഡി കുഡ് സേ ഹൂ വുഡ് വിൻ. The crow and the myna flew towards the snake and mongoose together, but they collided with each other. Okay, welcome to this special class. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. 2 തവണ ഈ പക്ഷികൾ മൂന്ന് തവണ ഈ പക്ഷികൾ പാമ്പിൻ്റെയും ഈ കീരിയുടെയും ഇടയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. 2 തവണ അവർ പറന്നു വരുമ്പോൾ കൂട്ടിമുട്ടി പോയുന്നുണ്ട്. അവർ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ പോകുന്നുണ്ട്. 3ാമത്തെ തവണയാണ് ഈ ഒരു നമ്മുടെ ജംഗിൾ ക്രോ നേരെ ഇതിൻ്റെ ഇടയിൽ വന്ന് വീഴുകയും പാമ്പിൻ്റെ കൊത്തുകൊണ്ട് ചത്തുപോവുകയും ചെയ്യുന്നു. എന്നാൽ മൈന പാതി വഴിയിൽ വെച്ച് തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നത് കൊണ്ട് അത് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The crow and the myna flew towards the snake and mongoose together, but they collided with each other. Collided എന്ന് വെച്ചാൽ കൂട്ടിമുട്ടുക, കൂട്ടിയിടിക്കുക. They returned to the cactus plant. Once again, the birds flew towards the site of the fight, but they collided again. വീണ്ടും അവർ ആ ഫൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങോട്ടേക്ക് പറക്കുമ്പോൾ വീണ്ടും കൂട്ടിമുട്ടുന്നു. തിരിച്ച് ഈ ഒരു കാക്ടസ് പ്ലാന്റ്, അതായത് കള്ളിച്ചെടി, ആ ചെടിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇങ്ങനെ 3ാമത്തെ തവണയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. ഇൻ ദ 3rd റൗണ്ട്, 3ാമത്തെ റൗണ്ടിൽ birds flew again towards the snake and mongoose. They did not collide each other, but in halfway the myna decided not to participate. പക്ഷേ പാതി വഴി എത്തിയപ്പോൾ, പകുതി വഴി കഴിഞ്ഞപ്പോൾ മൈന പെട്ടെന്നൊരു തീരുമാനമെടുത്തു. എന്താണ്? ഇനി മുന്നോട്ട് പോകണ്ട, തിരിച്ച് പോകാമെന്ന്. അങ്ങനെ മൈന തിരിച്ച് ഈ ഒരു കള്ളിച്ചെടിയിലേക്ക് പോവുകയും എന്നാൽ ഈ മലങ്കാക്ക അല്ലെങ്കിൽ ജംഗിൾ ക്രോ അതിന് തിരിച്ചു വരാൻ പറ്റാതെ ആവുകയും അതിനെ പാമ്പ് കൊത്തുകയും അങ്ങനെ അത് ചത്തുപോവുകയും ചെയ്യുന്നു. The cobra whipped his head back and struck with great force. The crow was thrown away and it died. But the myna did not further interfere in the fight. അതിൻ്റെ ഇടയിൽ പോയി പെടാൻ മൈന ആഗ്രഹിച്ചില്ല. So we can say the myna was wise. It just observed the fight. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ the cobra was weakening. The mongoose fearlessly continued his attack and finally killed the snake. Mongoose dragged the snake into the bushes. The myna gave a shrill cry of congratulations to the mongoose and flew away. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാമ്പ് അതിൻ്റെ ശക്തിയൊക്കെ ഇല്ലാതെയായി, ആകെ തളർന്നു, കുഴഞ്ഞു വീണു, പല തവണ കടിയൊക്കെ കിട്ടി, പിന്നെ ചോരയൊക്കെ പോയി, ഇങ്ങനെ ആകെ തളർന്ന് കിടക്കുകയാണ്. അപ്പോഴാണ് മംഗൂസ് വളരെ ധൈര്യപൂർവ്വം അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അതിനെ ആക്രമിക്കുന്നു. അപ്പോൾ 2 കാലിൽ എഴുന്നേറ്റ് നിന്നിട്ട് അതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മംഗൂസ്. അതിനുശേഷം മംഗൂസ് അതിനെ കടിച്ച് അതിനെ ആ തൊട്ടടുത്തുള്ള ആ ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. പാമ്പ്
വളരെ തളർന്നു കഴിഞ്ഞപ്പോൾ. Mongoose dragged the snake into the bushes. The myna gave a shrill cry of congratulation to the mongoose and flew away. അപ്പോൾ ഇവിടെ ഈ മംഗൂസിനെ അഭിനന്ദിച്ചുകൊണ്ട് മൈന ഒരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് അങ്ങനെ പറന്നു പോകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, റസ്കിൻ ബോട്ട് ഗോട്ട് ഡൗൺ ഫ്രം ദ ട്രീ ആൻഡ് ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഹി ഹാഡ് സീൻ. കണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു. ആൻഡ് ഗ്രാൻഡ് ഫാദർ വാസ് വെരി ഹാപ്പി. ഹി വാസ് പ്ലീസ്ഡ് ടു ഹിയർ ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ. അപ്പോൾ മംഗൂസ് ഇവിടെ കാര്യങ്ങളൊക്കെ മംഗൂസ് ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദറിന് വളരെ സന്തോഷമായി. കാരണം ഗ്രാൻഡ് ഫാദർ മംഗൂസിനെ അവിടെ കഴിയാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം പാമ്പ് വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് മംഗൂസ്. ഗ്രാൻഡ് ഫാദർ ഹാഡ് എൻകറേജ്ഡ് മംഗൂസ് ടു ലിവ് ഇൻ ദ ഗാർഡൻ ടു കീപ് അവേ ദ സ്നേക്സ്. ഹി ഫെഡ് ഇറ്റ് റെഗുലർലി. അതിനാവശ്യമായ ഭക്ഷണവും കൊടുക്കാറുണ്ടായിരുന്നു. വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചണിൽ നിന്ന് ബാക്കി വരുന്ന ഭക്ഷണമൊക്കെ അവിടെ ആ തോട്ടത്തിൽ കൊണ്ടുപോയി വെക്കുമായിരുന്നു മംഗൂസിന് കഴിക്കാൻ വേണ്ടിയിട്ട്. He fed it regularly with scraps from the kitchen, but he never tried taming it. പക്ഷേ ടേമിംഗ് എന്ന് വെച്ചാൽ മെരുക്കുക, ഇണക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഒരിക്കലും ഈ ഒരു മംഗൂസിനെ മെരുക്കാനോ ഇണക്കാനോ ഒന്നും നോക്കിയിട്ടില്ല. കാരണം ഇണങ്ങാത്ത കാട്ടിൽ തന്നെ കഴിയുന്ന വൈൽഡ് മംഗൂസാണ് കൂടുതൽ ഉപകാരപ്രദം എന്ന് ഗ്രാൻഡ് ഫാദറിന് അറിയാമായിരുന്നു. അതായിരിക്കും കൂടുതൽ ആക്രമണ സ്വഭാവത്തോടു കൂടി പാമ്പിനെ നേരിടുക. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ ഇണക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. He knew wild mongoose was more useful than a domesticated one. അപ്പോൾ ഇതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. ഈ ഒരു പാരഗ്രാഫിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ പാഠം, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിർബന്ധമായും പഠിക്കേണ്ട, ഓക്കെ താങ്ക് യു, നിർബന്ധമായും പഠിക്കേണ്ട 6 ഡിസ്കോഴ്സസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളത് തീർച്ചയായിട്ടും പഠിക്കുക, അത് വന്നിരിക്കും, ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ ഇനി ആ പറഞ്ഞതിൽ നിന്നല്ലാതെ ഏതെങ്കിലും വന്നാൽ കൂടി നമ്മൾ എഴുതാൻ റെഡി ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു സമ്മറി ആദ്യം നിങ്ങളോട് പറയുന്നത്. ഇനി ഇവിടെ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ബനിയൻ ട്രീ വിറ്റ്നസസ് ആൻ അൺയൂഷ്വൽ ലവ് സ്റ്റോറി ഓഫ് ഗ്രേ സ്ക്യൂറൽ ആൻഡ് വൈറ്റ് റാറ്റ്. അപ്പോൾ ഈ ഒരു സ്ക്യൂറലും അതുപോലെ ഗ്രാൻഡ് ഫാദർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ആ വെള്ള എലിയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ലവ് സ്റ്റോറി ഈ കഥയിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. They together went off little excursions among the branches of the banyan tree. Grandfather had brought white rat from the market. അപ്പോൾ പണം കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ വൈറ്റ് റാറ്റിനെ. അങ്ങനെ ഒരു ദിവസം ഗ്രാൻഡ് മദറിൻ്റെ തയ്യൽ തുണിയും പിന്നെ സൂചിയും ഒക്കെ കാണാതാവുന്നു. അത് തെരഞ്ഞു പോകുന്ന സമയത്താണ് ഒരു പ്രത്യേക ഒരു ഹോൾ, മരത്തിലെ ഒരു പൊത്തിൽ ഇങ്ങനെയൊരു കുറേ കുഞ്ഞുങ്ങളെ കാണുന്നു, അണ്ണാൻ കുഞ്ഞുങ്ങൾ. There were 3 white baby squirrels in that hole. All of them were white like their father, the white rat. അപ്പോൾ ആദ്യമായിട്ടാണ് they are seeing this white colored baby squirrels, അണ്ണാൻ കുഞ്ഞുങ്ങൾ. And the grandfather confirmed that it is possible for a rat and a squirrel to have their offsprings because they belong to the same family. ഇവർ രണ്ടുപേരും ഒരു പ്രത്യേക ഒരേ ഫാമിലിയിൽ പെട്ട ജീവികളാണ് ഈ അണ്ണാനും അതുപോലെ തന്നെ എലിയും. അതുകൊണ്ട് അവർക്ക് മക്കളുണ്ടാവാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ വെള്ള നിറത്തിലുള്ള വൈറ്റ് സ്ക്യൂറൽസ് ഉണ്ടായതെന്ന് ഗ്രാൻഡ് ഫാദർ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാഠത്തിൻ്റെ ഒരു സമ്മറി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഒരു സമ്മറിയാണ് ആദ്യമായിട്ട് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫയലാണ്. അടുത്ത് തന്നെ അത് പൂർത്തിയാവും. ഇപ്പോൾ ഞാൻ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ മെയ്ഡിൻ്റെ ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ളത് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫയൽ നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. പുതിയ കാര്യങ്ങൾ അതിൽ വരുന്നത് നിങ്ങൾ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത് മാത്രമേ ആ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട സാധനങ്ങളാണ്. ഇത് പഠിച്ചാൽ ഈ പാഠത്തിൽ നിന്ന് വരുന്ന ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഈ 6 തറവായിട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ അത് ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ ഞാൻ പറയും. വൈകി വന്നിട്ടുള്ള ആളുകൾക്ക് ഇതിന് ശേഷം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോഴും നിങ്ങൾക്ക് ലിങ്ക് ഞാൻ തരും, ഡോൺ വറി. അതുപോലെ തന്നെ ഈ ഒരു ഫയലിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ കയറി കാണാനുള്ള
സൗകര്യമുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഒറ്റ പാഠത്തിൻ്റെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. 10 ക്ലാസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന്. അടുത്ത ക്ലാസ് ഞാൻ ഇതുപോലെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ആ സമയത്ത് നമുക്ക് അടുത്ത ക്ലാസ് ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് ഏത് ദിവസമൊക്കെ ചെയ്യാൻ പറ്റാമെന്നൊന്നും നേരത്തെ പറയുന്നില്ല. ഏതായാലും 10 ക്ലാസ് നമ്മൾ ചെയ്യും. ആ 10 ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് A+ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് നറേറ്റീവ് ഓഫ് ദ ഫൈറ്റ് സീൻ. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. പല ആളുകളും പറയുന്നത് ഇത് കുറേ ലെങ്തിയാണ്, ഇതിൻ്റെ ഷോർട്ട് ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് കുറേ ആളുകൾ. ഫയൽ ഞാൻ തരും. ഫയൽ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഫയലിൻ്റെ ലിങ്ക് ഇടും. പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്തായാലും തരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ നമ്പറൊക്കെ നിങ്ങൾക്ക് കാണാം. ആ നമ്പറിൽ ഇല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ ആ ഫയലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകരിക്കുന്ന ഇതാണ്. ഞാൻ സ്വന്തമായി എഴുതിയുണ്ടാക്കിയ മെറ്റീരിയലാണ്, എവിടെ നിന്നും കോപ്പി അടിച്ച് കൊണ്ടുവന്നതല്ല. ഓക്കെ, ഇത് നമുക്ക് ഷോർട്ടായിട്ട് ഇതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എഴുതാം. പക്ഷേ A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ഒരു നല്ല ഒരു നറേഷൻ തന്നെ എഴുതുക. ഇത് തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു നറേഷന് നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം. ഇവിടെ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. The boy was sitting on the platform halfway up the banyan tree. It was an April afternoon. അതൊരു ഏപ്രിൽ ആഫ്റ്റർനൂൺ ആയിരുന്നു. Warm breezes had sent everyone indoors. അപ്പോൾ ഈ ചൂട് കാറ്റ് കാരണം എല്ലാ ആളുകളും വീടിനുള്ളിൽ തന്നെ കഴിയുന്ന ഒരു സമയമായിരുന്നു. The boy was feeling sleepy and thought about going for a swim. When he looked out, he saw a huge black cobra coming out of a group of cactus, looking for a cooler place of the garden. അപ്പോൾ ഇവിടെ ഈ കുട്ടി നോക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് ഒരു കോബ്ര, ഒരു മൂർഖൻ ഇങ്ങനെ വരുന്നു. ആൻഡ് ഇറ്റ് കെയിം ഫ്രം എ ഗ്രൂപ്പ് ഓഫ് കാക്ടസ്, കള്ളിച്ചെടികളുടെ ഒരു കൂട്ടത്തിൻ്റെ അവിടെ നിന്നാണ് ഈ പാമ്പ് വരുന്നത്. ആൻഡ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഫോർ എ കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. ഇവിടെ തന്നെ ആ ചൂട് തന്നെയാണ് പ്രശ്നം. അപ്പോൾ കുറച്ച് തണൽ കിട്ടാനും കുറച്ച് തണുപ്പ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പാമ്പ് ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. അതേസമയം തന്നെ അറ്റ് ദ സെയിം ടൈം എ ഗ്രേ മംഗൂസ് കെയിം ഔട്ട് ഫ്രം ദി ബുഷസ്. അപ്പോൾ അതുപോലെ തന്നെ കുറ്റിക്കാട്ടിൽ നിന്ന് ആ സമയത്തൊരു മംഗൂസ് വരുന്നു. ദേ കെയിം ഫേസ് ടു ഫേസ് ഇൻ എ ക്ലിയറിംഗ് ബെനീത്ത് ദ ബനിയൻ ട്രീ. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു, പരസ്പരം കണ്ടുമുട്ടുന്നു ഈ മരത്തിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു തെളിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട്. ഇൻ എ ക്ലിയറിംഗ് ബെനീത്ത് ദ ബനിയൻ ട്രീ. ബോത്ത് ഓഫ് ദം വെയർ അൺഅവെയർ ഓഫ് ദ ബോയ് സിറ്റിംഗ് ദർ. ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്ന കാര്യം അറിയില്ലായിരുന്നു, അത് അവരറിയുന്നില്ല. പക്ഷേ കുട്ടി ഇതെല്ലാം ഇവിടെ ഇരുന്നു കൊണ്ട് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. സൂൺ ദേ വെയർ അക്കമ്പനീഡ് ബൈ 2 spectators. അങ്ങനെ അപ്പോൾ തന്നെ 2 ആളുകൾ ഇത് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നു. എ മൈന ആൻഡ് എ ജംഗിൾ ക്രോ. ദ മംഗൂസ് ഓപ്പൺ ദി അറ്റാക്ക്. മംഗൂസ് ആണ് ഇത് ആരംഭിച്ചത്. ദ കോബ്ര ഹിസ്ഡ് ആൻഡ് ഡാർട്ടഡ് ഹിസ് ഫോക്ക് ടങ് ഇൻ ആൻഡ് ഔട്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം, നറേഷനിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. കോബ്ര ചെയ്തത് എന്താണ്? ഇറ്റ് ഹിസ്ഡ്, അത് ചീറ്റി ഒരു ശബ്ദമുണ്ടാക്കി. ഹിസ്ഡ് ആൻഡ് ഡാർട്ടഡ് ഹിസ് ഫോക്ട് ടങ്. അതിൻ്റെ ആ പ്രത്യേക രീതിയിലുള്ള 2 അറ്റമുള്ള ഒരു നാക്ക് അതിങ്ങനെ അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരുന്നു. ദ കോബ്ര ഹിസ്ഡ് ആൻഡ് ഡാർട്ടഡ് ഹിസ് ഫോക്ട് ടങ് ഇൻ ആൻഡ് ഔട്ട്. ഇറ്റ് സ്പ്രെഡ് ഇറ്റ് സ്പെക്ടക്കിൾ ഹുഡ്. അതുപോലെ തന്നെ അതിൻ്റെ പത്തി വിടർത്തി. റേസ്ഡ് ഇറ്റ്സ് ബോഡി 6 feet ഓഫ് ദ ഗ്രൗണ്ട്. അത് ഈ നിലത്ത് നിന്ന് കുറച്ച് ഇങ്ങനെ പൊന്തി, നല്ല ഒരു ഉയരത്തിൽ പൊന്തി ഇങ്ങനെ പത്തിയൊക്കെ വിടർത്തി നിന്നു. അപ്പോൾ മംഗൂസ് എന്ത് ചെയ്തു പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്? ദ മംഗൂസ് വിത്ത് ഇറ്റ്സ് ലോങ് തിക്ക് ഹെയർ ആൻഡ് ബുഷി ടെയിൽ ഫേസ് ദ കോബ്ര. അതിൻ്റെ വാല് ഉയർത്തി, അതുപോലെ അതിൻ്റെ ശരീരത്തിലുള്ള രോമങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തി പാമ്പിനെ നേരിടാൻ വേണ്ടി ഒരുങ്ങുന്നു. ഇറ്റ്സ് ഹെയർ ഓൺ ദ സ്പൈൻ സ്റ്റുഡ് അപ്പ് ലൈക്ക് ബ്രിസിൽസ്. അതിങ്ങനെ ഉയർന്നു നിന്നു. ദേ വുഡ് ഹെൽപ്പ് ഹിം ടു പ്രിവെൻറ്റ് ഹിസ് ബോഡി ഫ്രം ഗെറ്റിംഗ് ബിറ്റൺ. അപ്പോൾ ഇതാണ് ഈ ഒരു മംഗൂസിനെ പാമ്പിൻ്റെ കടിയിൽ നിന്ന് പലപ്പോഴും രക്ഷിച്ചിട്ടുള്ളത്. അതിൻ്റെ ശക്തമായ ഈ ഒരു രോമങ്ങളാണ്, ഉയർന്നു നിൽക്കുന്ന രോമങ്ങളാണ്. ദ കോബ്ര ന്യൂ, എൻ്റെ നമ്പർ ഉണ്ട് ഇവിടെ, ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ഹായ് അയയ്ക്കുക, വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഫയൽ കിട്ടാൻ. ദ കോബ്ര ന്യൂ that the 3 feet long mongoose is a fine fighter, clever and aggressive, but the cobra was also an experienced fighter. അപ്പോൾ 2 ആളും മോശമില്ല, 2 ആളും നല്ല ഫൈറ്റേഴ്സാണ്. ഇവിടെ പാമ്പിൻ്റെ പ്രത്യേകത എന്താണ്? He could move with great speed and strike the mongoose.
ആൻഡ് ഓൾസോ ഹിസ് ഷാർപ്പ് ടീത്ത് വെയർ ഫുൾ ഓഫ് പോയ്സൺ. ഇതിന് വളരെ വേഗത്തിൽ ചലിക്കാൻ കഴിയും. അതുപോലെ വിഷം, അതിൻ്റെ പല്ലിൽ ധാരാളം വിഷം അടങ്ങിയിട്ടുണ്ട്. ഇറ്റ് വാസ് എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ് വേ. അപ്പോൾ ആദ്യം ഇവിടെ കോബ്ര ചെയ്യുന്നത് ഒരു ഡിഫെൻസീവാണ്, അതായത് പ്രതിരോധമാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് ഇറ്റ് സ്വൈഡ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു. ട്രൈ ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മേക്കിംഗ് എ ഫോൾസ് മൂവ്. ഇവിടെ മെസ്മറൈസ് എന്ന് വെച്ചാൽ അതിനെ ആകർഷിക്കുക, അതിനെ മയക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പാമ്പ് അതിനെ മയക്കി ഒരു തെറ്റായ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നീങ്ങാൻ അതിനെ പ്രേരിപ്പിക്കാനുള്ള ശ്രമമാണ്. However, the mongoose was well aware of the power of its opponent. പക്ഷേ മംഗൂസിന് കൃത്യമായിട്ട് ഈ വിദ്യകളൊക്കെ അറിയാം, അതിലൊന്നും മംഗൂസ് വീഴില്ല. Mongoose was very clever and it cleverly avoided meeting the snake's eyes. അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതിരുന്നു. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു ഭാഗത്താണ് മംഗൂസ് ശ്രദ്ധിച്ചത്. കാരണം കണ്ണിൽ നോക്കിയാൽ ചിലപ്പോൾ അതിൽ വീണുപോകും, തെറ്റായ നീക്കം നടത്തി അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് മംഗൂസ് നോക്കിയില്ല. ഇറ്റ് ഗേസ്ഡ് അറ്റ് എ പോയിൻറ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്. അതിൻ്റെ പത്തിയുടെ തൊട്ട് താഴെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അവൻ ശ്രദ്ധ കൊടുത്തത്. ആൻഡ് സ്റ്റാർട്ടഡ് ഓൺ ഹിസ് അറ്റാക്ക്. ദ കോബ്ര സ്ട്രക്ക് ബാക്ക് ബട്ട് മിസ്ഡ് ദ എയിം. ദ മംഗൂസ് ഡാർട്ടഡ് വെരി സ്വിഫ്റ്റ്ലി ആൻഡ് ബിറ്റ് ദ കോബ്ര. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി പാമ്പിനെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരുന്നു. Myna and the jungle crow were watching the fight. In order to take part in the fight, the crow and Myna threw themselves at each other and returned safely to the cactus. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോയി കയറാൻ വേണ്ടിയിട്ട് ഇവർ 2 തവണ നോക്കി. ദിസ് ഹാപ്പൻഡ് ട്വൈസ്. 2 തവണയും അവർ കൂട്ടിമുട്ടി അവർ തിരിച്ചുപോയി. The third time they did this, the myna returned safely, but the crow was trying to turn around when it was struck by the cobra. അപ്പോൾ ഈ മൈന തിരിച്ചു പോന്നു, പക്ഷേ ജംഗിൾ ക്രോ തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്കും പാമ്പിൻ്റെ കടി കിട്ടുകയും അങ്ങനെ അത് പെട്ടെന്ന് തന്നെ ചത്തുപോവുകയും ചെയ്തു. ഇറ്റ് ഡൈഡ് സൂൺ. ദ മംഗൂസ് സ്പ്രാങ് അസൈഡ് ആൻഡ് ബിറ്റ് ദ കോബ്ര അഗെയിൻ. അപ്പോഴൊക്കെ ഈ മംഗൂസ് പാമ്പിനെ കടിച്ചുകൊണ്ടേയിരുന്നു. പാമ്പിൻ്റെ കൊത്തിന് ഒന്നും ഈ മംഗൂസിന് കൊള്ളുന്നില്ല. അതിനനുസരിച്ച് ഇവൻ നിസാരക്കാരനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നു. ആൻഡ് ദ ഫൈറ്റ് കണ്ടിന്യൂഡ്. ദ കോബ്ര ലെയ്ഡ് വീക്ക് ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാമ്പ് ആകെ തളർന്ന് അവിടെ ഗ്രൗണ്ടിൽ അങ്ങനെ കിടന്നു. ദ മംഗൂസ് വോക്ക് ടു ഇറ്റ് ഫിയർലെസ്ലി. അപ്പോഴാണ് മംഗൂസ് വളരെ ധൈര്യത്തോടു കൂടി അതിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നു. റേസ്ഡ് ഇറ്റ് സെൽഫ് ഓൺ ഇറ്റ് ഷോർട്ട് ലെഗ്സ്. അതിൻ്റെ 2 കാലിൽ എഴുന്നേറ്റ് നിന്നു. കോട്ട് ഇറ്റ് ബൈ ദ സ്നൗട്ട്. അപ്പോൾ സ്നൗട്ട് എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. അതിൻ്റെ തല, അതിൻ്റെ പത്തി അടക്കമുള്ള ആ ഒരു ഭാഗം അവിടെ കടിച്ചു പിടിച്ചുകൊണ്ട് അതിനെ വലിച്ചു. ദ കോബ്ര റിത്ത്ഡ് ഇൻ പെയിൻ ആൻഡ് കോയിൽഡ് അറൗണ്ട് ദ മംഗൂസ്. അല്ലേ, അപ്പോൾ ഈ കോബ്ര വേദന കൊണ്ട് പൊളഞ്ഞു. അതുപോലെ മംഗൂസിനെ ചുറ്റി വരയാനൊക്കെ നോക്കി, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. മംഗൂസ് നല്ല സമർത്ഥനായിരുന്നു. ആഫ്റ്റർ സം ടൈം ദ കോബ്ര സീസ്ഡ് സ്ട്രഗ്ലിങ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതോടുകൂടി പാമ്പിൻ്റെ എല്ലാം നിലച്ചു. പാമ്പ് പിന്നെ അനങ്ങാതെ ആയിപ്പോയി, അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയെല്ലാം തീർന്ന് പാമ്പ് ആകെ തീർന്നു. The mongoose proved too clever for the cobra and finally it was killed by the mongoose which dragged it into the bushes. അതിനെ വലിച്ചുകൊണ്ട് കുറ്റിക്കാട്ടിലേക്ക് പോയി. അപ്പോൾ മൈനയ്ക്ക് വളരെ സന്തോഷമായി. The myna gave a shrill cry of congratulating the mongoose and flew away. അപ്പോൾ ഇതാണ് ഈ ഒരു ഫൈറ്റ് സീൻ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു അതുപോലെ തന്നെ ഈ ഒരു ഫൈറ്റ് സീനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ചിന് എഴുതാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ആദ്യത്തെ സമ്മറിയിൽ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹീസ് എ ലവർ ഓഫ് നേച്ചർ. ഹി നെവർ ട്രൈ ടു ഡിസ്ട്രോയ് ദ ഹാബിറ്റാറ്റ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്. He keeps his surroundings very clean. He is a lover of nature and he has got good knowledge about things. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഒരു സമ്മറിയാണ്. സമ്മറിയും അതുപോലെ തന്നെ ആ ഒരു ഫൈറ്റ് സീനെ കുറിച്ചുമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വേഗം ചോദിക്കുക. അധികം സമയം നമുക്ക് എടുക്കാനില്ല. അടുത്ത ഒരു 4 ആക്ടിവിറ്റിയും കൂടെ ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അത് കൂടി ഒന്ന് വേഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ.
അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ആളുകൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകരുത്. പിന്നെ നമ്മൾ അതിൽ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പ്രൊഫൈലിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട്. അപ്പോൾ ഏതായാലും പ്രൊഫൈലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആ ഫയലിൽ കിട്ടും, നിങ്ങളത് നോക്കിയാൽ മതി. ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. പ്രൊഫൈൽ ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. പ്രൊഫൈൽ ഓഫ് റസ്കിൻ ബോണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ വിവരങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. നമുക്ക് ഹിൻസിൽ കിട്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ടാവണം. ടൈറ്റിലായിട്ട് നമ്മൾ ഒരിക്കലും പ്രൊഫൈൽ എന്നല്ല എഴുതേണ്ടത്. ആരുടെ പ്രൊഫൈലാണോ എഴുതുന്നത് അയാളുടെ പേര് വലിയ അക്ഷരത്തിലാണ് ഹെഡിങ് ആയിട്ട് എഴുതുക. ഒരു പാരഗ്രാഫ് എഴുതുക. അതുപോലെ ഒന്നാമത്തെ സെൻറ്റൻസിൽ നമ്മൾ ആളുടെ പേര് തന്നെ ഉപയോഗിക്കുക. പിന്നീടുള്ള സെൻറ്റൻസുകളിൽ നമുക്ക് ഹി അല്ലെങ്കിൽ ഷീ എന്നുള്ളത് ഉപയോഗിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. അതുപോലെ കണക്ട് ചെയ്യാൻ പ്രോപ്പർ കണക്റ്റിംഗ് വേർഡ്സൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ പ്രൊഫൈലിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീയതിക്ക് മുമ്പ് നമ്മൾ എപ്പോഴും ഓൺ എന്നുള്ള പ്രൊപ്പോസിഷൻ ഉപയോഗിക്കുക. വർഷത്തിന് മുമ്പ് ഇൻ എന്നുള്ളത് ഉപയോഗിക്കുക. അതുപോലെ 2 സ്ഥലങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ സ്ഥലത്തിൻ്റെ കൂടെ നമ്മൾ അറ്റെന്നും വലിയ സ്ഥലത്തിൻ്റെ കൂടെ ഇന്നെന്നും ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഹസ്ബൻഡ്, വൈഫ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഹിസ് ഹസ്ബൻഡ് ഈസ് അല്ലെങ്കിൽ ഹെർ ഹസ്ബൻഡ് ഈസ്, ഹിസ് വൈഫ് ഈസ് എന്നുള്ള രീതിയിൽ എഴുതുക. വർക്ക്സ് നമ്മൾ ഹിസ് മേജർ വർക്ക്സ് ആർ എന്ന് പറഞ്ഞ് എഴുതാം. അതുപോലെ അവാർഡ് എന്നുള്ളത് വാസ് അവാർഡഡ് എന്ന് ഉപയോഗിക്കണം. എഡ്യൂക്കേഷൻ ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്താണെന്ന് വെച്ചാൽ വാസ് ബോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. വാസ് ബോൺ എന്നുള്ളത് ശ്രദ്ധിക്കുക, വേറൊന്നും എഴുതി വെക്കരുത് അതിന് പകരം. അതുപോലെ അവാർഡിൻ്റെ വാസ് അവാർഡഡ് എന്ന് തന്നെ എഴുതുക. അവസാനത്തെ ഡെത്ത് എന്നുള്ളതിൽ വാസ് ചേർക്കരുത്. വാസ് ഡൈഡ് എന്ന് എഴുതിയാൽ തെറ്റാണ്. അവിടെ ഹീ ഡൈഡ്, ഷീ ഡൈഡ്, ഹീ പാസ്ഡ് അവേ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. സ്പൗസ് എന്ന് ചോദിച്ചാലും ദ നെയിം ഓഫ് ഹിസ് സ്പൗസ് ഈസ്. സ്പൗസ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡും ആവാം വൈഫും ആവാം. ഓക്കെ, അപ്പോൾ ഈ പ്രൊഫൈൽ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് തെറ്റിക്കാതെ എഴുതണം. ഓരോ ഹിൻസും തെറ്റിക്കാതെ എഴുതുക. വാസ് ബോൺ, വാസ് അവാർഡഡ്, ഡൈഡ്, ആ കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ആരുടെ പ്രൊഫൈലാണ് വരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൊഫൈൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏതെങ്കിലും ഒരു പാഠം എഴുതി ഒരാളുടെ പ്രൊഫൈൽ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. അപ്പോൾ റസ്കിൻ ബോണ്ട് ചോദിക്കാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠം എഴുതിയ റസ്കിൻ ബോണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റും 5 യൂണിറ്റും 5 യൂണിറ്റിലെ പാഠവും ആ ഓരോ പാഠവും എഴുതിയിരിക്കുന്ന ആളുടെ പേരും നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു പേര്, പാഠത്തിൻ്റെ പേര്, റൈറ്ററുടെ പേര് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ, അതിലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ട്. രണ്ടാമത്തെ പാഠം സ്നേക്ക് ആൻഡ് ദ മിറർ എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. മൂന്നാമത്തെ പാഠം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. ഇനി രണ്ടാമത്തെ യൂണിറ്റിലെ ദ ഫ്രെയിംസ് എന്നാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര്. ആ യൂണിറ്റിലെ ആദ്യത്തെ പാഠം പ്രൊജക്റ്റ് ടൈഗർ എഴുതിയിരിക്കുന്നത് സത്യജിത് റായ്. രണ്ടാമത്തത് സ്ക്രീൻ പ്ലേ ആണ്. മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്നാണ് അത് എഴുതിയിരിക്കുന്നത് മജീദി. ബ്ലോവിങ് ഇൻ ദ വിൻഡ് അതൊരു സോങ് ആണ്, എഴുതിയിരിക്കുന്നത് ബോബ് ഡിലൻ. മൂന്നാമത്തെ യൂണിറ്റ് ലോർ ഓഫ് വാല്യൂസ്, പാഠത്തിൻ്റെ പേര് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്, അതൊരു അനക്ഡോട്ടാണ്, എഴുതിയിരിക്കുന്നത് എ ജെ ക്രോണിൻ. ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ഒരു പോയമാണ്, എഴുതിയിരിക്കുന്നത് ഡബ്ല്യു ബീറ്റ്സ്. ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി സ്പീച്ചാണ്, അത് എഴുതിയിരിക്കുന്നത് ഷിമമാൻഡ ഇങ്കോസി അഡിച്ചാൻ. നാലാമത്തെ യൂണിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി സ്കോളർഷിപ്പ് ജാക്കറ്റ് ഷോർട്ട് സ്റ്റോറിയാണ്, എഴുതിയിരിക്കുന്നത് മാർത്ത സാലിനാസ്. പോയട്രി ബൈ പാബ്ലോ നെറുഡ. ഇനി അടുത്ത പാഠം അതിൽ വരുന്നതാണ് നെവർ നെസ്റ്റ് 1 ആക്ട് പ്ലേ ബൈ സെഡ്രിക് മൗണ്ട്. ഇന്ന് യൂണിറ്റ് 5 അഞ്ചാമത്തെ യൂണിറ്റാണ്. റേ ഓഫ് ഹോപ്പ് എന്നാണ് അതിൻ്റെ പേര്. വാങ്ക ഷോർട്ട് സ്റ്റോറിയാണ്, സ്പീഡിലാണ് പറയുന്നത്. ആൻറ്റൺ ചെക്കോവ്. മദർ ടു സൺ ലാങ്സ്റ്റൺ ഹ്യൂസ്. കാസ്റ്റ് അവേ ഷോർട്ട് സ്റ്റോറി ബൈ രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരാളുടെ പ്രൊഫൈലാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ലേഡീസ് ആയിട്ടുള്ള 2 ആളുകളേ ഉള്ളൂ. ഒന്ന് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എഴുതിയ മാർത്ത സാലിനുസും അതുപോലെ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എഴുതിയ ഷിമമാൻ്റെ ഇങ്കോസി അഡിച്ചായി. അപ്പോൾ ഇവരുടെ 2 പേരുടെയും പ്രൊഫൈൽ ചോദിച്ചു കഴിഞ്ഞാൽ ഹി എന്ന് എഴുതാൻ പാടില്ല, ഹർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് അല്ലെങ്കിൽ ഷീ വാസ് ബോൺ എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഹി എന്നുള്ള സാധാരണ രീതിയിൽ തന്നെ എഴുതാം. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. റൈറ്റ് എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് റസ്കിൻ ബോൺ യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. ബോൺ എന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അതെങ്ങനെ എഴുതേണ്ടത് നിങ്ങൾക്കറിയാം. വാസ് ബോൺ ഓൺ 19th May in 1934 അറ്റ് കസൗളി ഇൻ ഹിമാചൽ പ്രദേശ്, ഇന്ത്യ. നാഷണാലിറ്റി എന്നുള്ളത് നമുക്ക് ആദ്യത്തെ എഴുതുന്ന സെൻറ്റൻസിൻ്റെ കൂടെ തന്നെ ചേർത്തുകൊണ്ട് ഒരു സെൻറ്റൻസ് ആക്കി എഴുതാം. ഇപ്പോൾ ഉദാഹരണത്തിന് റസ്കിൻ ബോണ്ട് വാസ് ആൻ ഇന്ത്യൻ റൈറ്റർ ബോൺ ഓൺ 19 May 1934 അറ്റ് കസൗളി ഇൻ ഹിമാചൽ പ്രദേശ്, ഇന്ത്യ, അങ്ങനെ എഴുതാം. അതുപോലെ റെസിഡൻസ്, ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് എവിടെയാണെന്നാണ്. അതുപോലെ ഫേമസ് ആസ് ലിറ്റററി തീം നോട്ടബിൾ വർക്ക്സ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ വർക്ക് എഴുതുന്ന സമയത്ത് ആ വർക്കിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിലെ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ദ റൂം ഓൺ ദ റൂഫ് എന്നുള്ളതിലെ ടിയും ആറും ക്യാപിറ്റൽ ലെറ്ററിലാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതുക. അതിൻ്റെ അടിയിലൊന്ന് അണ്ടർലൈൻ ചെയ്യുക കൂടി ചെയ്യുക. മൊത്തം നിങ്ങളൊരു കള്ളി വരച്ച് അതിനുള്ളിലാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് നമുക്ക് എഴുതാം. വാസ് അവാർഡഡ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം കൂടി അത് എഴുതിയതും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ഫയൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത്, ഈ പാഠത്തിൽ നിന്ന് നിർബന്ധമായും പഠിക്കേണ്ട ഒന്ന് ഫ്രണ്ട്ലി ലെറ്ററാണ്. ഇൻഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ലെറ്റർ. ഈ കുട്ടിയുടെ ഒരു ലെറ്ററാണ്. കുട്ടി തൻ്റെ ഫ്രണ്ടിന് എഴുതുന്ന ഒരു ലെറ്ററാണ്. അപ്പോൾ ഒരു ഫ്രണ്ട്ലി ലെറ്ററിൽ ആദ്യം നമ്മൾ അഡ്രസ്സ് എഴുതുന്നു. അഡ്രസ്സ് ഇവിടെ ഐവി കോട്ടേജ്, ലാൻഡ് ഓഫ് ഡിഫൻസ് കോളനി, ഡെറാഡോൺ. ഇനി ഡേറ്റ് ആണ് അതിൻ്റെ താഴെ 21st April 1950. ഇനി ഫ്രണ്ടിനോട് പറയാണ്, ഡിയർ മധു, ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ദെയർ. ഐ എം ക്വൈറ്റ് ഫൈൻ ആൻഡ് എൻജോയിങ് മൈ വെക്കേഷൻ അറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് പ്ലേസ്. ഐ ഹാവ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ടു ടെൽ യു. ഒരു കാര്യം നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I have made friendship with a small grey squirrel. At first he wasn't friendly with me, but when he found out that I did not arm myself with a catapult or air gun, he became friendlier and lost his fear. When I started giving him a piece of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands, even used to search my pockets. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സായി മാറി. ഇപ്പോൾ എൻ്റെ പോക്കറ്റിൽ വരെ അവൻ തിരയാൻ തുടങ്ങി. ഹി വാസ് എ വെരി ലവ്ലി സ്ക്വിറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഡിഡ്ന്റ് ലൈക്ക് അവർ ഫ്രണ്ട്ഷിപ്പ്. എനിവേ ഐ എം എൻജോയിങ് മൈ വെക്കേഷൻ. അപ്പോൾ ഇവിടെ ലെറ്റർ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ചോദ്യത്തിലുണ്ടാവും ഈ കുട്ടിയും ഈ സ്ക്വിറലും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആരംഭിച്ചു. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതാനാണ് ചോദ്യം വരുന്നതെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലെറ്റർ എഴുതാൻ കഴിയും. ഇനി ഇതല്ല, നമ്മുടെ ആ വൈറ്റ് സ്ക്വിറലിനെ കുറിച്ച് നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലെറ്ററിൽ എഴുതേണ്ടതെങ്കിൽ അതിന് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പാരഗ്രാഫും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2-in-1 ലെറ്ററാണിത്. മൈ ഗ്രാൻഡ് ഫാദർ ബോട്ട് എ വൈറ്റ് റാറ്റ് ഫ്രം ദ ബസാർ ആൻഡ് ബ്രോട്ട് ഇറ്റ് ഹോം. Some day ago, I took it to the banyan tree where I had made a special platform for reading books. Soon the white rat and squirrel became close friends. They often went for short excursions on the tree branches. Then the squirrel started making a nest. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ അടുത്തു, അതായത് ഈ ഒരു സ്ക്വിറലും അതുപോലെ തന്നെ വൈറ്റ് റാറ്റും. അപ്പോൾ കുട്ടി ഈ വൈറ്റ് റാറ്റിനെ കൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ ഒക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവിടെ വെച്ച് ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയി. ഉടനെ തന്നെ ഈ ഒരു സ്ക്വിറൽ ഒരു നെസ്റ്റ് ഉണ്ടാക്കാൻ, ഒരു കൂടുണ്ടാക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. Cramming it with the knitting of my grandmother, one day I saw 3 white baby squirrels in the nest. My grandfather told me that it was a strange case. ഇതൊരു വിചിത്രമായ ഒരു കാര്യമാണ്. And the white rat was the father of their 3 white babies. It was new to me. ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു. He told me it was possible for white rats to have offsprings from squirrels as they come from the same family group. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എലിക്കും അണ്ണാനും കൂടി ചേർന്ന് കുട്ടികളുണ്ടാവാൻ കഴിയുമെന്ന്. ഓഫ്സ്പ്രിങ്സ് എന്ന് വെച്ചാൽ കുട്ടികൾ എന്നാണ് അർത്ഥം. ദേ ആർ കമ്മിങ് ഫ്രം ദ സെയിം ഫാമിലി ഗ്രൂപ്പ്. അവർ ഒരു ഫാമിലിയിൽപ്പെട്ട ജീവികളായതുകൊണ്ട് അവർക്ക് അങ്ങനെ മക്കളുണ്ടാവാൻ കഴിയും. ഇനി ഈ ഒരു ലെറ്ററിൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ട് നമ്മൾ ഓർത്തിരിക്കണം.
ഈ ഒരു ലെറ്ററിൻ്റെ കൺക്ലൂഡിങ് ഭാഗം നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ അത് ഇങ്ങനെയാണ് കൊടുത്തത്. ഐ ആം വെരി ആങ്ഷ്യസ് ടു നോ അബൌട്ട് ഹൗ യു സ്പെൻഡ് യുവർ വെക്കേഷൻ. നിൻ്റെ വെക്കേഷൻ നീ എങ്ങനെയാണ് ചിലവഴിച്ചത് എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാട്ട് ഓൾ ബുക്സ് ഡിഡ് യു റീഡ്? ഏതൊക്കെ പുസ്തകങ്ങളാണ് നീ വായിച്ചത്? ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു. ഐ കംപ്ലീറ്റഡ് ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ ആൻഡ് ജംഗിൾ ബുക്ക്. കൺവേ മൈ സ്പെഷ്യൽ റിഗാർഡ്സ് ടു യുവർ പേരൻറ്റ്സ് ആൻഡ് യുവർ സിസ്റ്റർ. എൻ്റെ പ്രത്യേക അന്വേഷണം നിൻ്റെ മാതാപിതാക്കളോടും അതുപോലെ സഹോദരിയോടും പറയുക. വെയിറ്റിംഗ് ടു സീ യു സൂൺ. നമുക്ക് നേരിട്ട് ഉടനെ തന്നെ കാണാം. ഡു റിപ്ലൈ സൂൺ. പെട്ടെന്ന് തന്നെ മറുപടി എനിക്ക് അയച്ചു തരിക. യുവേഴ്സ് ലവിംഗ്ലി സിഗ്നേച്ചർ റസ്കിൻ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ ഒരു ലെറ്റർ എഴുതാൻ കഴിയും. അപ്പോൾ ഈ ലെറ്റർ 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രേഞ്ച് കേസ് ഓഫ് വൈറ്റ് സ്ക്യൂറൽസ് അത് ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യുന്ന, പിന്നെ ഒരു കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു ലെറ്ററിൽ ഒന്ന് വായിച്ച് ഇരിക്കുക, പലതവണ വായിക്കുക. ഇതൊന്നും കാണാതെ പഠിക്കേണ്ടതല്ല, പലതവണ വായിക്കുക മാത്രം ചെയ്യുക. പ്രിൻ്റ് ഔട്ട് എടുക്കുക, വായിക്കുക. ഇനി അടുത്തത് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ഹിസ് ഫ്രണ്ട്. ഈ കുട്ടിയും ഫ്രണ്ടും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അതുപോലെ ഈ കുട്ടിയും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഈ 2 കോൺവെർസേഷനും സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലുള്ള ചില സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺവെർസേഷൻ എഴുതാൻ കഴിയും. അപ്പോൾ വീണ്ടും ഫ്രണ്ടിൻ്റെ പേര് നമ്മൾ മോഹൻ എന്ന് കൊടുത്തു. മോഹൻ, ഹായ്, ഹൗ ആർ യു? Pretty good. What about you, Mohan? So far, so good. അല്ലേ, ഇതുവരെ നല്ലതാണ്. How was your vacation? എങ്ങനെയുണ്ട് നിൻ്റെ വെക്കേഷൻ? I had a nice vacation. I enjoyed a lot. I was with my grandpa. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയായിരുന്നു. I was with my grandpa. മോഹൻ പറയാണ്, oh, I see. അത് ശരി. Have you got any friends there? What did you do? നിനക്ക് എന്തെങ്കിലും പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? I was busy. I got many new friends there. It was a wonderful time. ഒരു അടിപൊളി സമയമായിരുന്നു അത്. Who are your new friends? A young squirrel. ആരാണ് നിൻ്റെ പുതിയ കൂട്ടുകാർ? A young squirrel. A squirrel? അപ്പോൾ മോഹൻ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഒരു സ്ക്യൂറലോ? That's interesting. അത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ. Yeah, we are good friends now. It takes food from my hands. അപ്പോൾ മോഹൻ, റിയലി? ശരിക്കും? I would like to see it. എനിക്കൊന്ന് കാണണം. Well, come to my home. I got many things to show you there. അപ്പോൾ നീ നാളെ വാ, എൻ്റെ വീട്ടിലേക്ക് വാ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്നെ കാണിച്ചു തരാം. കുറേ കാര്യങ്ങൾ നിന്നെ കാണിക്കാനുണ്ട്. ബനിയൻ ട്രീ ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു പ്രത്യേക ഇരുന്ന് വായിക്കാൻ പറ്റുന്ന ആ ഒരു പ്ലാറ്റ്ഫോം, ഇതൊക്കെ നിനക്ക് നാളെ വരികയാണെങ്കിൽ കാണിച്ചു തരാം. Come to my home. I got many things to show you. They are like our banyan tree, my reading platform on it, etc. മോഹൻ, wow, sure, I'll be there tomorrow. നാളെ ഞാൻ അവിടെ എത്താം. അപ്പോൾ കുട്ടി പറയാണ്, ഓക്കെ, see you tomorrow, bye, bye. ഇപ്പോൾ ബൈ എന്നുള്ളത് പല ആളുകളും BY എന്നൊക്കെ എഴുതി വെക്കും. ഇങ്ങനെയാണ് എഴുതേണ്ടത്, bye, BYE. ഗുഡ് ബൈ എന്ന് എഴുതുകയാണെങ്കിലും BYE എന്നാണ് എഴുതേണ്ടത്. ഈ വിട്ടു പോകരുത്, അത് കൃത്യമായിട്ട് എഴുതുക. ഇനി ബോയും ഗ്രാൻഡ് പേയും തമ്മിലുള്ള കോൺവെർസേഷനാണ് ചോദിച്ചതെങ്കിലോ, ഈ ഫൈറ്റ് കണ്ടതിന് ശേഷം ഈ കുട്ടിയും അതുപോലെ ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഗ്രാൻഡ് പാ, ഐ ജസ്റ്റ് സോ എ ടെറിബിൾ ഫൈറ്റ്. ഞാനൊരു വല്ലാത്തൊരു ഫൈറ്റ് കണ്ടു. എ ഫൈറ്റ്? വാട്ട് വാസ് ഇറ്റ് സൺ? എന്താണ്? യു ലുക്ക് സോ ഫ്രൈറ്റൻഡ്. നീ ആകെ പേടിച്ചിരിക്കുന്നല്ലോ. Yes, I am. It was a fierce fight between our mongoose and a cobra. It scared the hell out of me. It scared the hell out of me എന്ന് വെച്ചാൽ അത് എന്നെ ആകെ പേടിപ്പിച്ച് കളഞ്ഞു. ഗ്രാൻഡ് ഫാദർ, where did you see them? എവിടെയാണ് നീ ഈ ഫൈറ്റ് കണ്ടത്? I saw them in our garden near the banyan tree. ബനിയൻ ട്രീയുടെ അടുത്തുള്ള നമ്മുടെ ഗാർഡനിലാണ്. Where were you then? നീ ആ സമയത്ത് എവിടെയായിരുന്നു? I was on the banyan tree then. Okay, what happened then? The little fellow എന്ന് ഇവിടെ പറയുന്നത് മംഗൂസിനെ കുറിച്ചാണ്. The little fellow is such a great fighter and it killed the cobra. അപ്പോൾ ഗ്രാൻഡ് ഫാദർ സന്തോഷത്തോടെ പറയാണ്, I am glad to hear that. എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് കേട്ടതിൽ. കാരണം ഗ്രാൻഡ് ഫാദർ ഈ മംഗൂസ് ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷപ്പെടുന്നുണ്ട്. But a jungle crow also died in the attack bitten by the cobra. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ചോദിക്കുകയാണ്, How did it reach there? എങ്ങനെയാണ് ഈ ഒരു ക്രോ ഇതിനിടയിൽ വന്നു പെട്ടത്? അപ്പോൾ കുട്ടി പറയുകയാണ്, ഇറ്റ് കെയിം ടു വാച്ച് ദ ഫൈറ്റ് ആൻഡ് വെൻറ്റ് ഇൻ ബിറ്റ്വീൻ. അതിൻ്റെ ഇടയിൽ പോയി കയറി, കാഴ്ച കാണാൻ വന്നു, പിന്നീട് അതിൻ്റെ ഇടയിൽ വന്ന്
കെയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയുകയാണ്, ഡോൺ വറി, സാരമില്ല, ഇറ്റ്സ് ഓൾ നാച്ചുറൽസ് ആണ്, ഇതൊക്കെ സാധാരണയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. വേർ ഈസ് ദ മംഗൂസ്, മംഗൂസ് എവിടെ പോയി? അപ്പോൾ ബോയ് എന്നാണ് അവിടെ വേണ്ടത്. ഇറ്റ് വെൻറ്റ് ഡ്രാഗിങ് ദ ഡെഡ് സ്നേക്ക് ടു ദ ബുഷസ്. ഗ്രാൻഡ് that's good. Now you know why I allow a mongoose to live in the garden. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് മംഗൂസിന് നമ്മുടെ ഈ ഒരു ഗാർഡനിൽ വളരാൻ അനുവദിക്കുന്നതെന്ന്? യെസ് ഗ്രാൻഡ്പാ, സോ ദാറ്റ് ദെർ വോണ്ട് ബി എനി സ്നേക്സ്. അപ്പോൾ പാമ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എക്സാക്ട്ലി, ലെറ്റ്സ് ഗോ ടു ദ ഗാർഡൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗാർഡനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഈ ഒരു കോൺവെർസേഷൻ. ഇനി നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഡയറിയാണ്. ഡയറി ഓഫ് ദ ബോയ്. ഇതുകൂടി ഈ പാഠത്തിൽ നിന്ന് പഠിച്ചാൽ മതിയാവും. അതോടെ കഴിയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഇതും കൂടിയേ ഉള്ളൂ. ഏഴാമത്തെ ഇതും കൂടി നമ്മളൊന്ന് നോക്കാം. ഡയറി ഓഫ് ദ ബോയ്. അപ്പോൾ ഡയറി എഴുതുന്ന സമയത്ത് ഇവിടെ എനിക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഒരു വലതുവശത്തേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങൾ വലതുവശത്താണ് വർഷം എഴുതേണ്ടത്. അതിൻ്റെ താഴെ തീയതി എഴുതുക, അതിൻ്റെ താഴെ ദിവസം എഴുതുക, അതിൻ്റെ താഴെ സ്ഥലവും സമയവും എഴുതാം. അത് വലതുവശത്താണ് എഴുതേണ്ടത്. അതിൽ വർഷം കുറച്ചുകൂടി വലുതാക്കിയിട്ട് വേണം എഴുതാൻ. അപ്പോഴാണ് നമുക്കൊരു ഡയറിയുടെ ഒരു പേജിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുക. വാട്ട് എ ബിസി ഡേ, എന്തൊരു തിരക്ക് പിടിച്ച ദിവസമാണിത്. ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. ഐ എം സ്റ്റേയിങ് വിത്ത് മൈ ഗ്രാൻഡ് പേരൻറ്റ്സ്. ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ താമസിക്കുകയാണ്. ടുഡേ ഐ മെറ്റ് എ സ്ക്യൂറൽ അണ്ടർ ദ ബനിയൻ ട്രീ. It was a small grey squirrel arching his back and sniffing. Sniffing എന്ന് വെച്ചാൽ മണം പിടിക്കുക. അപ്പോൾ അതിൻ്റെ വാലൊക്കെ ഇങ്ങനെ ഉയർത്തി മണം പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു ഒരു ചെറിയ ഒരു അണ്ണാൻ. Well, he was not very happy to see me entering into his privacy. അല്ലേ, അവൻ്റെ ആ ഒരു പ്രൈവസിയിലേക്ക് ഞാൻ കയറി ചെന്നത് അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. I really wished I could touch him and played with him. അപ്പോൾ എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട് അതിനെ ഒന്ന് തൊടാനും കൊഞ്ചിക്കാനും ഒക്കെയുള്ള ആഗ്രഹം എനിക്കുണ്ട്. I didn't advance my steps for fear of its hopping away. ഹോപ്പിംഗ് അവേ എന്ന് വെച്ചാൽ ഓടി ഒളിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ആദ്യ ദിവസം തന്നെ അതിൻ്റെ അടുത്തേക്ക് പോയില്ല, കാരണം അത് പേടിച്ച് ഓടിപ്പോകുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട്. I wished he understood that I am a good boy and didn't intend to harm him. അപ്പോൾ അവന് മനസ്സിലാക്കണം ഞാനൊരു നല്ല കുട്ടിയാണ്, അവനെ ഉപദ്രവിക്കുന്ന കുട്ടിയല്ല, അതുകൊണ്ട് എന്നോട് കൂട്ടുകൂടാൻ കഴിയുമെന്നൊക്കെ അവൻ മനസ്സിലാക്കണം. ഹി ഡിഡ്ന്റ് അപ്പിയർ ടു ഹാവ് റെഡ് മൈ മൈൻഡ്. എൻ്റെ മനസ്സ് അവന് വായിക്കാൻ പറ്റിയില്ല. സ്ലോലി ഐ ടേൺ ബാക്ക് ആൻഡ് വാക്ക്ഡ് ഹോം. അപ്പം ഞാൻ അവിടുന്ന് മെല്ലെ തിരിഞ്ഞ് വീട്ടിലേക്ക് പോയി. ടുമാറോ ഐ വിൽ ഫൈൻഡ് ഹിം അഗെയിൻ. നാളെ ഞാൻ അവനെ വീണ്ടും കാണും, എന്നിട്ട് അവനോട് കൂടുതൽ അടുക്കാൻ നോക്കും. ആൻഡ് ഗെറ്റ് ക്ലോസർ ടു ഹിം. ഐ എം ഷുവർ സം ഡേ ഹി വിൽ ബിക്കം മൈ ഫ്രണ്ട്. എനിക്ക് ഉറപ്പാണ് ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൻ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായി മാറും. അപ്പോൾ ഇത്രയും ഭാഗം ആ ഒരു ഫ്രണ്ട്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഡയറിയിൽ എഴുതേണ്ട ഭാഗമാണ്. ഇനി അങ്ങോട്ടുള്ള ഭാഗം ഫൈറ്റിങ്ങിൻ്റെ കാര്യം ഒരു ഡയറിയിൽ എഴുതുകയാണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ള ഭാഗമാണ്. ഇതൊരു 2-in-1 ഡയറി ആണെന്നുള്ളത് ഓർക്കുക. ടുഡേ വാസ് ആൻ എക്സൈറ്റിംഗ് ഡേ. Happened to watch a terrible fight between a cobra and mongoose. Both of them were good fighters, but at last the mongoose won the fight. I was seated on the top of the banyan tree when the fight was going on. ഈ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ ബനിയൻ ട്രീയുടെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. There were 2 spectators, a jungle crow and a myna, ready to watch the fight. The crow was in trouble, but the myna was wise. അല്ലേ, അപ്പോൾ ക്രോ മണ്ടത്തരമാണ് കാണിച്ചത്, ഇതിൻ്റെ ഇടയിൽ പോയി കയറി. പക്ഷേ മൈന നല്ല വിവരമുള്ളതുകൊണ്ട് ബുദ്ധിയുള്ളത് കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോയില്ല, അല്ലെങ്കിൽ തിരിച്ചു വന്നു. After the fight, the myna dropped cautiously to the ground and peered to the bushes. When I told grandfather about the fight, he was happy because the mongoose had won. അപ്പോൾ മംഗൂസ് ജയിച്ചു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഗ്രാൻഡ്-ഫാദറിന്. ദിസ് വാസ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ് വാച്ചിങ് എ ഡെഡ്ലി ഫൈറ്റ് ടുഡേ എന്നുള്ള കാര്യം അത്രയുമാണ്. അവിടം വരെയാണ് നമ്മൾ എഴുതേണ്ടത്. മറ്റത് ടൈപ്പ് ചെയ്ത സമയത്ത് വന്നൊരു മിസ്റ്റേക്കാണ്. ഇനി അവിടെ നിന്നും നമ്മൾ അടുത്ത ഒരു ഡയറിയാണ്, ഒരു മൂന്നാമത്തെ ഒരു സംഭവം കൂടി ഒരു ഡയറിയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നാൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അതാണ് ഇവിടെ മുതൽ തുടങ്ങുന്നത്. ടുഡേ ഐ ഹാപ്പൻഡ് to see white baby squirrels. I have never seen white squirrels in my life. I never expected I would see these cute animals there. It puzzled me a lot. എന്നെ ആകെ കൺഫ്യൂഷൻ ആക്കി കളഞ്ഞു. I could not believe myself. Still, it's interesting.
I have seen grey squirrels, but these are white. അപ്പോൾ ഞാൻ ചാര നിറത്തിലുള്ള അണ്ണാനെ കണ്ടിട്ടുണ്ട്, പക്ഷേ വെള്ള നിറത്തിലുള്ള അണ്ണാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. These are white. When I saw the glint from a hole in the banyan tree, I went to investigate. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു സൂചിയുടെ തിളക്കം കണ്ടിട്ടാണ് ഞാൻ അവിടേക്ക് ചെന്നത്. To my great surprise, what do I see there? എന്താണ് ഞാൻ കണ്ടത്? Among the wool, which was actually my grandmother's knitting, there were 3 white baby squirrels. I had never seen another squirrel in that area. Then how can the baby squirrels appear in that nest? അപ്പോൾ വേറെ അണ്ണാനൊന്നും അവിടെ കണ്ടില്ല, അപ്പോൾ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ അവിടെ വന്നത്? I was puzzled. I decided to tell my grandfather about it. ഗ്രാൻഡ്ഫാദറിനും ആകെ ഒരു ഞെട്ടലായിരുന്നു. He was also puzzled as he had never seen white squirrels. ഗ്രാൻഡ്ഫാദറും കണ്ടിട്ടില്ല വെള്ള നിറത്തിലുള്ള അണ്ണാനെ. Then he said that rats and squirrels were of the same family group and they could crossbreed. അപ്പോൾ ഇതിന് രണ്ടും ഗ്ലിൻഡ് എന്ന് വെച്ചാൽ തിളക്കം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ജീവികളും തമ്മിൽ കൂടിച്ചേർന്ന് ഒരു കുട്ടികൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. രണ്ട് ജീവികളാണെങ്കിലും അത് രണ്ടും അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഒരു ഫാമിലിയിൽ പെട്ട ജീവികളായതുകൊണ്ട് ക്രോസ് ബ്രീഡ് നടത്താൻ സാധിക്കും. ദ വൈറ്റ് റാറ്റ് വാസ് ദ ഫാദർ ആൻഡ് സ്ക്വിറൽ വാസ് ദ മദർ ഓഫ് ദ വൈറ്റ് ബേബീസ്. എന്നിട്ട് പറയാണ്, നേച്ചർ ഈസ് ഫുൾ ഓഫ് വണ്ടേഴ്സ്. പ്രകൃതിയിൽ ധാരാളം അത്ഭുതങ്ങളുണ്ട് അല്ലേ, ഇസ്ന്റ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ ഡയറി അവസാനിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇവിടെ ഒരു ഡയറി, ഒരു 3-in-1 ഡയറിയാണ്, 3 സംഭവങ്ങൾ വെച്ചിട്ടുള്ള ഡയറി. അതാണ് 7ാമത്തേതായിട്ട് നമ്മൾ പഠിച്ചത്. 6ാമത്തേതായിട്ട് കുട്ടിയും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് പഠിച്ചത്. പിന്നെ 5ാമത്തെ നമ്മൾ പഠിച്ചത് കോൺവെർസേഷൻ ബിറ്റ്വീൻ ബോയ് ആൻഡ് ഹിസ് ഫ്രണ്ടാണ്. 4ാമത് നമ്മൾ പഠിച്ചത് ഫ്രണ്ട്ലി ലെറ്ററാണ്, ബോയ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. 3ാമത്തത് പ്രൊഫൈൽ ഓഫ് റസ്കിൻ ബോണ്ട്. 2ാമത്തത് പ്രൊഫൈലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ 2ാമതായിട്ട് നമ്മൾ പഠിച്ചത് ഫൈറ്റ് സീനാണ്. The fight between the snake and the mongoose. 1ാമത്തത് ഇതിൻ്റെ ഒരു സമ്മറിയാണ്. അപ്പോൾ ഈ 7 കാര്യങ്ങൾ മാത്രമേ ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒരു കാര്യവും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ 7 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ഏത് ചോദ്യം ഏത് രീതിയിൽ എങ്ങനെ വന്നാലും ധൈര്യമായിട്ട് എഴുതാം. അപ്പോൾ ഈ 7 നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. ഈ ഒരു ഫയല് ഞാനിപ്പോൾ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടും. അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളത് നോക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഒരു 3 മിനിറ്റ് നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള അവസരമാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ 1ാമത്തെ ക്ലാസ്സാണ്. A+ കുട്ടികൾക്കായുള്ള 10 ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ 1ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. 1ാമത്തെ പാഠമായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ള പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം പരീക്ഷയ്ക്ക് വരില്ല. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഫയലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. വീഡിയോ റിമൂവ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലായില്ല. വീഡിയോ റിമൂവ് ചെയ്യുന്നില്ല, വീഡിയോ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇത് കഴിഞ്ഞാൽ നേരെ അപ്ലോഡ് ആയിട്ടുണ്ടാവും, അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആദ്യം മുതൽ കാണാം. 7 പഠിക്കുക ഈ പാഠത്തിൽ നിന്ന്. പാരഗ്രാഫ് എഴുതുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് റൈറ്റപ്പാണ് ഉദ്ദേശിച്ചതെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ചാണോ ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് എഴുതുക. ഒരു പാരഗ്രാഫാക്കി എഴുതുക. പിന്നെ പാരഗ്രാഫൊക്കെ നമുക്ക് റൈറ്റപ്പൊക്കെ ഒരു പേജിൻ്റെ പകുതി വരെ മാത്രം എഴുതിയാൽ മതി. എസ്സേ ആണ് നമ്മൾ 1.5 പുറത്തിൽ എഴുതേണ്ടത്. അതുപോലെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ഒരു 3/4 പേജോ 1 പേജ് മാക്സിമം എഴുതിയാൽ മതിയാവും, 6 മാർക്കിൻ്റെയൊക്കെ. ഓക്കെ, നാളെ കാണാമെന്നാന്ന് തോന്നുന്നല്ലേ. ഓക്കെ, അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് പറഞ്ഞു തരാമല്ലോ. ന്യൂസ് റിപ്പോർട്ട് നമ്മൾ സത്യജിത് റായുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. 1 ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ, 10 ക്ലാസ് ഉണ്ട്, പേടിക്കേണ്ട. എല്ലാ സാധനങ്ങളും പറയും.
അപ്പോൾ 9 മണിക്ക് നമുക്ക് കാണാം. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും തിരക്കുള്ള ദിവസമാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. ഏതായാലും 10 ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഈ 10 ക്ലാസ്സുകൾ കണ്ട് ധൈര്യമായിട്ട് എഴുതുക, പരീക്ഷ എഴുതുക. A+ ഉറപ്പാണ്. A+ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളൊരു വീഡിയോ ചെയ്ത് എനിക്ക് അയച്ചു തരണം. ഈ ചാനലിൽ വന്ന ക്ലാസ് കൊണ്ട് എനിക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു വീഡിയോ എനിക്ക് അയച്ചു തരിക. ഞാൻ ആ വീഡിയോ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഒന്ന് ഷൈൻ ചെയ്യാനുള്ളൊരു അവസരം തരികയാണ്. 6 മാർക്കിന് ഡയറി ഒരു 1/2 പേജ് 3/4 പേജ് മാക്സിമം എഴുതിയാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് A+ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങളുടെ ഒപ്പം തന്നെ എനിക്കും വളരെ സന്തോഷമാണ്. കുട്ടികൾക്ക് A+ ഒക്കെ കിട്ടുന്ന പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. 1 മിനിറ്റ് കൂടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ധൈര്യമായിട്ട് ഇരിക്കുക. നമ്മൾ A+ വാങ്ങിയിരിക്കും. ഈ കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, മോഡലിന് ഫുൾ A+ ആണ്, മെയിൻ പരീക്ഷയ്ക്കും ഫുൾ A+ ആയിരിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഈ 7 കാര്യങ്ങൾ ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട കേട്ടോ. ഇത് നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്ത് ഈ 7 എണ്ണം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളിങ്ങനെ ചൊല്ലി പഠിച്ച് കണ്ണടച്ച് ചെവി പൊത്തിയിട്ടൊന്നും ഇത് പഠിക്കേണ്ട. കാര്യങ്ങൾ വായിച്ച് നോക്കുക, പലതവണ ആവർത്തിച്ച് വായിക്കുക. വായിക്കുന്ന സമയത്ത് എന്താ വായിക്കുന്നതെന്നുള്ള നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവണം. വെറുതെ വായിച്ച് വിട്ട് തീർക്കല്ല, എന്താണെന്നുള്ളത് മനസ്സിരുത്തി ശ്രദ്ധിച്ച് വായിക്കുക. അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചുകൊണ്ടേ ഇരിക്കുക. ദിവസം ഒരു തവണ ഈ ഒരു മെറ്റീരിയൽ ഒന്ന് വായിക്കുക. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഒരു 4 ദിവസം കഴിയുമ്പോൾ ഒന്ന് വായിക്കുക. പിന്നെ ഒരു 7 ദിവസം കഴിയുമ്പോൾ ഒന്ന് വായിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പരീക്ഷയുടെ സമയമാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. ഒന്നും നമുക്ക് കാണാപ്പാഠം പഠിക്കാനോ ചൊല്ലി പഠിക്കാനോ കഴിയില്ല. അതിനുവേണ്ടി ശ്രമിക്കരുത്. കാര്യങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ തന്നെ ഇടും. ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ തന്നെ ഫയലിൻ്റെ ലിങ്ക് ഇടും. നിങ്ങൾക്ക് അതിൽ കയറാം. അത് ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫയലാണ് കേട്ടോ. ഇപ്പം ലേറ്റസ്റ്റ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു സാധനം കൂടി ഉണ്ട്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ജോൺ. അത് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ചെയ്യും. അതിൻ്റെ വരെയുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുക, ആ ഫയൽ ഉപയോഗിക്കുക. ആ ഫയൽ ഓൺലൈനായിട്ട് നമ്മുടെ പിന്നെ ഗൂഗിൾ ഡ്രൈവിലുണ്ടാവും. ഏത് സമയത്തും നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും വിജയാശംസകൾ. ഇത്രയും നേരം ക്ഷമയോടെ എന്നെ സഹിച്ചതിന് വളരെ നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് ക്ലാസ് നമ്പർ 1 out of 10 SSLC A+. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.